ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് നമ്മുടെ നാടുകാണി ചുരത്തിൽ കൂടിയുള്ള ഒരു അടിപൊളി യാത്രയാണ്. ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് നേരം പരപര വെളുക്കുന്നുള്ളൂ എന്നതിനാൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ഊട്ടിയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ വീഡിയോ പകർത്തുന്നത്. നാടുകാണി ചുരത്തിൽ കൂടിയുള്ള യാത്രയെക്കുറിച്ച് നാം പറയുമ്പോൾ മറ്റു ചുരങ്ങളിൽ കൂടി യാത്ര ചെയ്യുന്നത് പോലെ പല ചെങ്കുത്തായ സ്ഥലങ്ങളില്ല എങ്കിലും കാനനപ്പാതയിൽ കൂടിയുള്ള ഈ യാത്ര നമുക്ക് ശരിക്കും ഒരു അനുഭൂതി ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. നാടുകാണി ചുരത്തിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരമായി വളരെ സ്ലോയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വളരെ ആസ്വദിച്ച് വേണം നാം യാത്ര ചെയ്യാൻ. വെള്ളവും തിരുവാൻ സ്പീഡ് പോകാൻ പറ്റില്ല. പിന്നെ ലോറികൾക്ക് ചവിട്ടി പറിച്ച് പോകാം. കാരണം അതായത് റോഡുകൾക്ക് അത്ര ഒരു ചാട്ടാറില്ല. പോകാൻ പറ്റില്ല. പിന്നെ പോയിരുന്നെങ്കിൽ നാളെ നമ്മൾ 2 വർഷം അങ്ങനെ ഒരു മാറ്റം നമ്മളെ കൊണ്ടുപോയി നമ്മള് വണ്ടി കൊണ്ടുപോയല്ലേ നമ്മളെ കൊണ്ടുപോയി പത്രങ്ങളെ കണ്ട് പോയി ചാടിയിട്ട് പലാക്കിന്റെ കുഴിയാട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നാടുകാണി ചുരത്തിന്റെ അവസ്ഥ കണ്ടോ? ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് തന്നെയാണ്. നാം ചെറു കാറുകളുമായി യാത്ര ചെയ്യുമ്പോൾ ഏത് വഴി പോകണമെന്ന് നമ്മൾ അന്തിച്ച് നിന്ന് പോകും. കാരണം അത്രയും വലിയ ഗട്ടറുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാനനപ്പാതയിൽ കൂടെയുള്ള ഈ യാത്ര ഏതൊരു സമയത്തും നമുക്ക് മടുപ്പുളവാക്കാത്ത ഒരു അടിപൊളി യാത്രയാണ്. ഇതുവഴി യാത്ര ചെയ്തവർക്ക് അറിയാൻ സാധിക്കും ഈ യാത്രയെക്കുറിച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആ റോഡിൽ പോണ ബൈക്കുണ്ട് ഒരു 4-5 കിലോമീറ്റർ നോക്ക് വരും. ഞങ്ങളന്ന് പോയത് തന്നെ ഫുള്ള് കൊണ്ടുപോയി. 2 വർഷം പോലെ ഞാൻ പോയത്. നോക്ക് വലിച്ചു നാട്ടിൽ ഞാൻ പാടാത്ത സ്ഥലമാണ്. ഞാനാണ് ഏതൊക്കെ കണ്ടിട്ടില്ല. ഏകദേശമല്ല ഏത് വേണമെങ്കിലും ചോദിച്ചു. 4 ഇടുഞ്ചോലുണ്ട്, 4 കെട്ടുംചോല. അത്ര വലിയ ഫേമസ് അല്ല. ബാണാസുര മീൻമുട്ടി പറഞ്ഞ സ്ഥലമൊന്നും ബാണാസുരന്റെ സൈഡിൽ കൂടിയൊക്കെ പോകാനല്ലാണ്ട് അതൊന്നും പോയി കണ്ടിട്ടില്ല. പിന്നെ എടക്കൽ ഈ ഇടക്കൽ ഇന്നേ വരെ പോയില്ല. ഇടക്കൽ പൂക്കോട് നിന്ന് തുടങ്ങുക. സൂചിപ്പാറ, കാന്തമ്പാറ, പൂക്കോട്, ബാണാസുര കയറി ഒരു ദിവസം പോയി. അവിടുന്ന് ടിക്കറ്റ് ആവുന്നത് കൊറോണ കഴിഞ്ഞ ടൈമിൽ ലിമിറ്റ് ആളെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഏതുള്ള സ്ഥലത്തെന്ന് പറഞ്ഞു ഞാൻ കാണാത്ത നീ പറഞ്ഞ സ്ഥലങ്ങളിൽ
വനമലക്ക് പോയേക്കണോ? ബ്ലോക്കാ ബ്ലോക്കാ മലയാളം പോണക്ക് ആ ഞാൻ താഴെ നോക്കണോ? സൈഡ് എടുത്ത് പോകാൻ പറ്റൂല. നമ്മളുള്ളിലും ബാക്കിൽ കൊണ്ടിരിക്കും റിവേഴ്സ് കൊണ്ടിരിക്കും. അങ്ങനെയല്ല, ഏത് വണ്ടിക്കപ്പോൾ പഞ്ചർ പോകുന്നുണ്ട് നീങ്ങുന്നുണ്ട്. വലിയ ബ്ലോക്കൊന്നുമില്ല. അവിടെ മുന്നോട്ട് വണ്ടി ഉണ്ടല്ലോ. ഒരു സൈഡിൽ നിന്ന് വണ്ടി വരില്ല, ഒരു സൈഡിൽ നിന്ന് വണ്ടി വരില്ലെങ്കിലുള്ള ഇയാളിപ്പോൾ വണ്ടി പോകുന്നില്ല. ഇയാൾ ബ്ലോക്കാക്കാൻ ഇയാൾ ഇറങ്ങിപ്പിടിക്കല്ലോ. മുമ്പേക്ക് വന്നു പറഞ്ഞു എനിക്കറിയാം ആരോട് ഇവിടെ ഉള്ളതെന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നില്ല. അത് പറ്റില്ല, ഏ അത് പറ്റുമോ? അവൻ്റെ കൂടെ വന്നോണ്ട് എനിക്കറിയാലോ. നാളെ ഞായറാഴ്ച ഈ വണ്ടി നമ്മളവിടെ ചായക്ക് മുമ്പ് വണ്ടി അതിന് മുന്നേ നമ്മൾ ബ്ലോക്കാണ്. നാളെ ഞായറാഴ്ച, നാളെ ചെറിയൊരു പരിപാടി ഉണ്ട്. സൈഡാക്കി രണ്ടിട്ടിരിക്കണല്ലോ. ചായക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല തണുപ്പുണ്ടാവും. ഈ പാർക്കൊന്ന് തല ചെയ്യും, ഞാൻ ഫോട്ടോ എടുത്തോളാം.